നിങ്ങളുടെ ഫിനാൻസസ് സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട്സ് വേണം? ഒന്നോ അതോ രണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 4 ബാങ്ക് അക്കൗണ്ട് എങ്കിലും വേണം. അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റ് വേണ്ടത് നമുക്ക് സാലറി അക്കൗണ്ടാണ്. ഈ സാലറി അക്കൗണ്ട് നിങ്ങളെ കമ്പനി തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരുകയും ചെയ്യും. ഈ സാലറി അക്കൗണ്ടിൽ നിങ്ങൾ സാലറി റിസീവ് ചെയ്യല്ലാണ്ട് മറ്റൊരു ട്രാൻസാക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യരുത്. രണ്ടാമത് നമുക്ക് വരുന്നത് ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ട് ആണ്. നിങ്ങളുടെ സാലറി എപ്പോൾ നിങ്ങളുടെ സാലറി അക്കൗണ്ടിൽ വരുന്നോ അപ്പോഴേ നിങ്ങൾ ഈ ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് 4 to 7% റിട്ടേൺസ് കിട്ടും. ബട്ട് സെലക്ടഡ് ബാങ്ക്സ് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ആ ബാങ്കിന്റെ ഡീറ്റെയിൽസിന് വേണ്ടി ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്ക്. മൂന്നാമതായിട്ട് നമുക്ക് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. നമ്മളുടെ SIP ആവട്ടെ, സ്റ്റോക്സ് ആവട്ടെ, മറ്റെന്ത് ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ, നമ്മൾ ഈ അക്കൗണ്ടിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി അത് സംബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാക്കുന്നോ അതെല്ലാം നമ്മൾ ഈ അക്കൗണ്ടിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റും. നാലാമത് നമുക്ക് വരുന്നത് സ്പെൻഡിങ് അക്കൗണ്ട് ആണ്. നമ്മളുടെ സകല ചെലവുകളും നോക്കുന്നത് ഈ അക്കൗണ്ട് മുഖേനയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ റെന്റ് ആവട്ടെ, അതേപോലെ ക്രെഡിറ്റ് കാർഡ് ബിൽസ്, നമ്മുടെ യൂട്ടിലിറ്റീസ്, ബാക്കി എന്ത് മിസ്ലേനിയസ് എക്സ്പെൻസസും നമ്മൾ ഈ അക്കൗണ്ടിൽ വേണം നമ്മൾ മാനേജ് ചെയ്യാൻ. മതി, ഇത്ര മാത്രം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. സേവിങ്സ് നിങ്ങളുടെ കയ്യിലായി, ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങളുടെ കയ്യിലായി, അതേപോലെ സ്പെൻഡിങ്ങിൽ നിങ്ങൾക്ക് നന്നായിട്ടൊരു കൺട്രോളും കൈവരിക്കാൻ കഴിയും. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചേക്ക്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും അതേപോലെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.